മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കാസർഗോഡ് SCPI പ്രവർത്തകർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ സമയത്ത് രംഗത്തിറങ്ങിയിട്ട് ആ സമയത്ത് കവലകളിൽ പോലും ഒരു പ്രോഗ്രാമും നടത്തരുത് എന്ന് തെട്ടൂരമിറക്കിയിരിക്കുന്നു, ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അട്ടഹസിച്ചാക്രോശിച്ചുകൊണ്ട് പ്രോഗ്രാം നടത്തിയവർക്കെതിരെ ചാടി വീണിരിക്കുന്നു. ഏത് പ്രോഗ്രാം നടത്തിയവര്? കേരള സർക്കാരിന്റെ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ നടത്തിയ പ്രോഗ്രാമിനെതിരെയാണ് ഈ SCPI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ രംഗത്തെത്തിയിട്ട് ഇതിവിടെ പറ്റില്ല, ജുമാ സമയത്ത് ഒന്നും നടത്തില്ല എന്നൊക്കെയാ ഇവർ വിളിച്ചു പറയുന്നത്. ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്താ കരുതിയത് കേരളം നിങ്ങളുടെ തറവാട്ട് സ്വത്താണെന്നോ? ഈ SCPIക്കാരുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയും തറവാട്ട് സ്വത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഈ സ്ഥലം അങ്ങ് എഴുതി തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇത് പാകിസ്ഥാനല്ല, ഇത് സിറിയ അല്ല, ഇത് ഗൾഫ് രാജ്യങ്ങളല്ല, ഇത് ഭാരത. ഭാരതത്തിൽ നിന്നുകൊണ്ട് ഏതൊരു മതത്തിനും അവരുടെ ആരാധനയ്ക്കായിട്ട് മുന്നോട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ, അത് പൊതുസ്ഥലങ്ങളിൽ നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ തിട്ടൂരം ഇറക്കാൻ മാത്രമൊന്നും ഒരുത്തരും അങ്ങനെ എന്തെങ്കിലും ഇറക്കിയാലും അതൊക്കെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി. ഇവരൊക്കെ എന്താ കരുതുന്നത്? നമ്മുടെ കവലകളിൽ ഇറങ്ങിയിട്ട് പോലും പൊതു പ്രോഗ്രാം നടത്തുന്ന ഒരു സർക്കാർ പ്രോഗ്രാമിനെ പോലും തടയാ ഈ SCPIക്കാർക്ക്, ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ 50 പേർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. വർത്തമാന കേരളത്തില് ഈ 50 പേർക്കെതിരെ എടുത്ത കേസൊക്കെ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞാൽ മതി. ബോധമുള്ള മലയാളികൾക്കറിയാം ഈ കേസൊക്കെ എങ്ങോട്ടേക്കാ പോവാന്നുള്ളത്. ഈ SCPI പ്രവർത്തകരുടെയും ഈ തീവ്ര ചിന്താഗതിക്കാരുടെയും ധൈര്യം എന്താണെന്നറിയോ? ഇവരിങ്ങനെ തിട്ടൂരൊക്കെ ആയിട്ട് ഭീഷണിയൊക്കെ ആയിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സർക്കാർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരെയായി ഇവര് ആക്രോശിച്ച് രംഗത്തെത്തുന്നത്. ഇവരുടെ ധൈര്യം എന്താ അറിയോ? ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷവും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവരെന്ത് തോന്നിവാസം ചെയ്താലും ഇവർക്കൊപ്പേ നിൽക്കൂ എന്നറിയാം. ആരെങ്കിലും, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ആരെങ്കിലും സർണീതാസ് വിഷയത്തില് കോൺഗ്രസ് രംഗത്തെത്തി ആർക്കൊപ്പോ? സുഡാപ്പികൾക്കൊപ്പം ഇടതുപക്ഷം വിദ്യാഭ്യാസ മന്ത്രി പോലും ഇങ്ങനെ നോട്ടീസ് കുറിപ്പ് ഇങ്ങനെ നിരന്തരം ഇറക്കല്ലേ, പത്രസമ്മേളനം വിളിക്കുക, ഈ സുഡാപ്പികളെ പിന്തുണയ്ക്കുക, എന്തൊക്കെ ബഹളായിരുന്നു. ഏതെങ്കിലും ഒരുത്തനെ കണ്ടോ ഇത് ചെയ്തത് നെറുകേടാണെന്ന് പറയാൻ? ഇവിടെ മുസ്ലിം ലീഗില്ലേ, ആരെങ്കിലും എതിർത്തോ? കവലകളിൽ നടത്തുന്ന പ്രോഗ്രാം അവർ നടത്തിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആരാധന നിങ്ങൾ നടത്തി മുന്നോട്ട് പോയാൽ മതി. ഈ ഭീഷണിപ്പെടുത്തലൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരൻ പറഞ്ഞോ? ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞോ? ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ആളുകൾ പറഞ്ഞോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് പറഞ്ഞോ രംഗത്തെത്തിയിട്ട്? ഇത് ഊളത്തരമാണ്. നിങ്ങൾ നിങ്ങളുടെ ആരാധന നടത്തി അങ്ങ് മുന്നോട്ട് പോകണം. കവലകളിൽ ആളുകൾക്ക് താല്പര്യമുള്ള പ്രോഗ്രാമുകളായിട്ട് പോകും. ഒരാളും നിങ്ങൾ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇവരെങ്ങനെയാണ് ഇവിടെ ഒന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നത്? അതേസമയം ബാങ്ക് കൊടുക്കുമ്പോ ആരെങ്കിലും ഇത് പ്രശ്നമാണ്, ഇത് കേൾക്കുന്നില്ലേ? ഇതൊക്കെ ബോധമുള്ള മലയാളികൾ ചിന്തിക്കില്ലേ? നമ്മുടെ കേരളത്തിലെ പള്ളികളിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ കേൾക്കുക. അതിനൊരു പരാതിയും ആരും പറയുന്നില്ല. അതാണ് യഥാർത്ഥ മതേതരത്വം, അതാണ് അന്തസ്. ഒരാളും പരാതിയുമായിട്ട് ഒരു പള്ളിയിലേക്ക് വരുന്നില്ല. അതാണ് അന്തസ്, അതാണ് യഥാർത്ഥ മതേതരത്വം. അത് ഇവിടുത്തെ മറ്റു മതങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ടാണ് മറ്റാളുകള് കവലകളിൽ, അതും സർക്കാർ പ്രോഗ്രാം, പള്ളിയിൽ പോകുന്നവർ പോയിക്കോട്ടെ, ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ ഒരു സർക്കാർ സംവിധാനമൊന്നും. അവര് പൊതു പ്രോഗ്രാം നടത്തുമ്പോ ഇത് ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നത് എത്ര നെറുകേടാ. ഇതേ ശൈലി മറ്റു മതങ്ങളിൽപ്പെട്ട ആരും നിങ്ങളോട് കാണിക്കുന്നില്ലല്ലോ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മത നേതാക്കന്മാർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളും ഈ തീവ്ര ചിന്താഗതിക്കാർക്കൊപ്പമാണ്, ഈ SCPIക്കാർക്കൊപ്പമാണ് എന്ന് തന്നെയാ കരുതുക. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാടും ഈ വെള്ളിയാഴ്ച ഉച്ചക്ക് പുറത്താരും ഒന്നും നടത്തരുത് എന്നാണോ എന്നുള്ളത് ബോധമുള്ള ആളുകൾ ചിന്തിക്കോ? ഇത് ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കോ? ഇവിടെയുള്ള സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനാ നേതാക്കന്മാർ രംഗത്തിറങ്ങണോ? ഇതിനെതിരെ പറയണോ? പറയുന്ന SCPIക്കാർ തീവ്ര ചിന്താഗതിക്കാർ ചെയ്തത് ഊളത്തരമാണ്, നെറുകേടാണ്, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വേറെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് ചെയ്താൽ മതി എന്നുള്ളത് ഇവിടുത്തെ സമസ്ത നേതാക്കന്മാർ രംഗത്തിറങ്ങി പറയണോ? അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെയും ചിന്താഗതി ഈ SCPIക്കാരുടെ തീവ്ര ചിന്താഗതിക്കാരുടേതാണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കൂ. അതായത് ഇത്രയും നെറുകയുടെ SCPIയും ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരും ചെയ്തിട്ട് ഇതിനെ ന്യായീകരിക്കാൻ
സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സർക്കാർ പ്രോഗ്രാമിനെതിരെ ആർ തട്ടഹസിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വാർത്ത വരുന്ന സമയത്ത് ഈ സുഡാപ്പികളെ അനുകൂലിക്കാൻ എന്തുമാതിരി ആളുകളാ. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. കമന്റുകളാ ഇഷ്ടം പോലെ ആളുകളാണ് ഇതിനൊക്കെ പിന്തുണച്ച് രംഗത്തത്. നമ്മുടെ കേരളം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? ഞാനൊന്ന് ആദ്യത്തെ കമന്റ് വായിച്ചു കേൾപ്പിക്കാം. എല്ലാ മതത്തിന്റെയും ആരാധന നടക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മളെല്ലാവരും പാലിക്കണം. അതല്ലേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വം. അല്ലെങ്കിൽ ആരാധന നടത്തുന്നവർക്ക് ശല്യമാകാത്ത രീതിയിൽ നടത്തുകയും ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ സംഘാടകരോട് അത് പറയാൻ ഉണ്ടാവും. നാട്ടുകാർ അത് സ്വാഭാവികമാണല്ലോ. ആ അക്രമത്തിന്റെ കാരണങ്ങൾ നിഷ്പക്ഷമായി അന്വേഷണം നടത്തുക. തന്ത്രപരമായിട്ട് ഇതിനെ അനുകൂലിക്കുക. നിങ്ങൾ ഈ പറയുന്ന മധുവായി ബന്ധപ്പെട്ട് എല്ലാ 5 നേരവും ബാങ്ക് കൊടുക്കുന്നത് മറ്റെല്ലാ മതത്തിലുള്ള ആളുകളും സ്ഥിരമായിട്ട് കേൾക്കുന്നതാ. അത് നിങ്ങൾ മാത്രം കേട്ടോ പോരെ എന്ന് ചോദിച്ചാൽ അത് വർഗീയതയല്ലേ? അത് വർഗീയതയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പച്ച വർഗീയതയാ. ഇത് ഇത്തരം ആളുകൾ, ഇത്ര തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ തിരിച്ചറിയണോ? ഇതെങ്ങനെയാണ്? ഇത് നിങ്ങൾ ആരാധനയായിട്ട് മുന്നോട്ട് പോവാ, ഒരു പ്രശ്നമില്ല. അതേസമയം കവലകളിൽ സർക്കാർ പ്രോഗ്രാമിനെതിരെ പോലും പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ സുഡാപ്പികള് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ അവര് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത കമന്റാ. ആദ്യം കേസെടുക്കേണ്ടത് വെള്ളിയാഴ്ച നമസ്കരിക്കുമ്പോൾ പുറത്ത് കോലാഹലങ്ങൾ ഉണ്ടാക്കിയവരെയാണ്, അല്ലാതെ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവരെ അല്ല എന്ന്. അതായത് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള കോൺഗ്രസ് ഒക്കെ അധികാരത്തിലെത്തിയാൽ, അതേപോലെ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്ന് സുഡാപ്പികൾ പരസ്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ പറയാ. ഏത് ആരാധന നടത്തുമ്പോൾ പോലും പുറത്തൊന്നും നടത്തരുത്. ഇത് എവിടെയാന്ന് ഇവന്മാരുടെ ഒക്കെ ഒരു കാര്യം. ഇത് നിങ്ങളുടെ സിറിയല്ല, നിങ്ങളുടെ പാകിസ്ഥാൻ അല്ല, ഇത് നിങ്ങളുടെ ഒരു ഇത്തരം രാജ്യങ്ങളല്ല. നിങ്ങളുടെ തിട്ടൂരങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചാൽ മതി. ഇത്തരം ഒരുപാട് ആളുകളുണ്ട്. ഈ അടുത്തായിട്ടുള്ള വഖഫ് ബോർഡ് വിഷയം, നമ്മൾ ഓരോ വിഷയങ്ങളും കേരളത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങളൊന്ന് ചിന്തിക്കണം. വഖഫ് ബോർഡ് വിഷയത്തിൽ ഇടതും കോൺഗ്രസും ആർക്കൊപ്പം അനാവശ്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ 600 കുടുംബം അത് ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ട് ആളുകളെ സാധാരണക്കാർ തെരുവിലാന്ന്. അത് ഇടതും വലതും കൂടി ഒന്ന് ഇരുന്നാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇവര് സുഡാപ്പികൾക്കൊപ്പം തീവ്ര ചിന്താഗതിക്കാർക്കൊപ്പം നിലപാടെടുക്കുക. ഇത്തരം എത്ര വിഷയങ്ങളാ. ഷൺറീതാസ് വിഷയം എന്താ അവസ്ഥ? ആ മാനേജ്മെന്റ് നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ എത്തിയിട്ടാണ് സുഡാപ്പികൾ അങ്ങ് തിരിഞ്ഞോടിയത്. ഓരോ ആളുകളും ഇത് ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി എത്ര തവണയാ റിപ്പോർട്ടും പലതുമായിട്ട് രംഗത്തെത്തിയത് സുഡാപ്പികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും വേണ്ടിയിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ദേ ഭാരതില് ഗണഗീതം ആലപിച്ചതിന് കുട്ടികള് വന്ദേ ഭാരതിൽ ഗണഗീതം ആലപിച്ചതിനെയും വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ടിങ് ഇങ്ങനെ വയ്യ. ഇതൊക്കെയാണ് സുഡാപ്പികളുടെ ധൈര്യം. എന്ത് നെറുകേട് ചെയ്താലും കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഇവരെ അങ്ങ് പിന്തുണയ്ക്കും. എന്തും ഞങ്ങൾക്ക് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് SDPI നമ്മുടെ കേരളത്തിൽ വളർന്നു. അല്ലാതെ ആരെങ്കിലും ഇതുപോലെ ഭീഷണിപ്പെടുത്തി ഇതിപ്പോ സർക്കാരിന് തന്നെയാണ് അടികൊണ്ടിട്ടുള്ളത്. ഇതിപ്പോ സർക്കാരിന് തന്നെ കിട്ടിയത് ഏതായാലും നന്നായി. ഇവരൊക്കെ വളർന്നാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഡസ്റ്റ് ഡോസുകളാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുഡാപ്പികളെയാണ് നമ്മുടെ കേരളത്തില് കോൺഗ്രസും ഇടതുപക്ഷം കൂടി വളവും വെള്ളവും ഒഴിച്ച് നിരന്തരം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും ഈ സുഡാപ്പികൾക്കൊപ്പമേ കോൺഗ്രസ് ഇടതുപക്ഷം നിൽക്കൂ. ഈ വെള്ളിയാഴ്ചത്തെ ഈ വിഷയം പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതിനെതിരെ VD സതീശന് എന്തെങ്കിലും ഒരു അക്ഷരം പറയാനുണ്ടോ? പറയൂല. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാനുള്ള ഓട്ടത്തിലാ ഈ സതീശന്. കേരളത്തില് സുഡാപ്പികളൊക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അവരെ വെള്ളവും വളവും ഒഴിച്ച് വളർത്തുന്നത് കോൺഗ്രസും ഇടതുപക്ഷമാണ്. ഇവര് വളർന്നാൽ നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.